നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ, അതായത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്കൊന്നെത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തതിൻ്റെ പ്രധാന കാരണവും രഹസ്യവും എന്താണ്? ഈ വ്യക്തിയുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. ഈ ഒരു തലക്കെട്ടാണ് നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത്. വളരെ വിശദമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ വായന കാണുവാനായിട്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയോടുകൂടി വേണം ഈ വായന കാണുവാൻ. പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായിട്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണം ഈ വായന കാണുവാൻ. അപ്പോൾ നമുക്കിന്നിവിടെ ലഭിച്ചിട്ടുള്ള ഭൂരിഭാഗം കാർഡ്സും കാണിക്കുന്നത് വളരെ നല്ലൊരു വ്യക്തിയായിട്ടാണ്. അതായത് ഈ പേഴ്സൻ്റെ ഒരു എനർജി പറയുകയാണെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കണം, കുടുംബം രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ കുടുംബം എങ്ങനെയെങ്കിലും ഏത് വിധേനയെങ്കിലും രക്ഷിക്കപ്പെടുത്തിയെടുക്കണം, നന്നായിട്ട് അധ്വാനിക്കണം, ധാരാളം പണം സമ്പാദിക്കണം, നിങ്ങളുമായിട്ട് ദാമ്പത്യ ജീവിതം ആയിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇപ്പോൾ പ്രണയബന്ധത്തിലാണെങ്കിൽ അതൊരു കല്യാണത്തിലേക്ക് കലാശിച്ച് മുന്നോട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് ഈ വ്യക്തിക്കുള്ളത്. കുറച്ചധികം പിശുക്കേറിയ ഒരു സ്വഭാവ പ്രകൃതക്കാരനായിട്ട് കാണിക്കുന്നു. അതായത് മറ്റുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ പൈസ ചെലവാക്കുന്ന കാര്യങ്ങളിലും ഒക്കെയും കുറച്ചധികം പിശുക്കുകൾ ഈ വ്യക്തിക്കുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. നാളത്തേക്ക് കരുതി വെക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെക്കുറിച്ച് നല്ല രീതിയിൽ വിശകലനം ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയായി തീരണം, ജീവിതം എങ്ങോട്ട് പോകണം, ഏത് ഡയറക്ഷനിൽ പോകണം, എങ്ങനെയാണ് പോകേണ്ടത്, ആരുടെ കൂടെയാണ് പോകേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം ഈ വ്യക്തിക്ക് വ്യക്തമായ ഒരു ധാരണ തന്നെയുണ്ട്. പലപ്പോഴും നിങ്ങളായിട്ട് പ്രണയബന്ധത്തിലായിരുന്നപ്പോൾ തന്നെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഒരുപക്ഷെ റോൾ മോഡലാക്കിയ ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. അത് എല്ലാം കൊണ്ടും, സ്വഭാവ രീതികൾ കൊണ്ടും, ആത്മാർത്ഥത കൊണ്ടും, കഠിനാധ്വാനം കൊണ്ടും നിങ്ങളെ വളരെയധികം ആകർഷിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സ്വാധീനിച്ച ഒരു പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിയായിട്ടാണ് ഈ പേഴ്സണെ നിങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷെ ഇവിടെ പതർച്ച സംഭവിച്ചു എന്നുള്ളത്, നിങ്ങൾക്ക് തന്നെ ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നു ഭവിച്ചു എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഒരു പുരുഷ മേധാവിത്യം, അല്ലെങ്കിൽ സ്ത്രീയുടെ ആ ഒരു അധികമായിട്ടുള്ള ആ ഒരു കൺട്രോളിങ് എനർജി നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഇതിൻ്റെ പിന്നിലും ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ മുഖമുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങളുമായിട്ട് അത്രയേറെ സ്നേഹത്തോടെയും വളരെയധികം, അതായത് നിങ്ങൾക്ക് ആരുടെയൊക്കെ സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അവരുടെ എല്ലാം സ്നേഹം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു പുരുഷനാണെങ്കിൽ നിങ്ങൾക്കൊരു അച്ഛൻ്റെയും സഹോദരൻ്റെയും ഭർത്താവിൻ്റെയും കാമുകൻ്റെയും അങ്ങനെ എല്ലാവരുടെയും സ്നേഹം നിങ്ങൾക്ക് ഇവരിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ നിങ്ങൾക്കിടയിലേക്ക് ഒരു ദുശകുനം പോലെ ചില വ്യക്തികൾ കടന്നുപെട്ടു. അത് തീർത്തും നിങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള വിശ്വാസക്കുറവുകളും, അല്ലെങ്കിൽ ഒരു തല്ലുപിടിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും വാക്ക് തർക്കത്തിൽ ഏർപ്പെടുക, ഒരു മുഷിപ്പ് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്ക് വളരെയധികം സ്നേഹവും വിശ്വാസവും ആകർഷണീയവുമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു ഇത്. പക്ഷേ അവിടെയും പോസിറ്റീവ് എനർജി എവിടെയുണ്ടോ അവിടെയും നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് പറയുന്നത് പോലെ, നിങ്ങൾക്കിടയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കഷ്ടകാലം, അല്ലെങ്കിൽ മോശപ്പെട്ട രീതി എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി വന്ന് പെട്ടതായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു ചേർന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ പറ്റുന്നത്. ഇന്നിപ്പോഴും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ആ ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയും നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ക്ഷീണിതരായിരിക്കാം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ യാതൊരു തരത്തിലുള്ള എനർജിയും ഇല്ലാതെ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ
ഈ ഒരു ബന്ധം ഈ വ്യക്തിയുമായി തുടങ്ങിയപ്പോൾ തൊട്ട് മുതൽ തന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആ ഒരു കാര്യം ഈ വ്യക്തി ഒരുപക്ഷെ നിർത്തിവെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി അതിൽ നിന്നും പിന്മാറിയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഈ വ്യക്തി തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ട. പക്ഷേ നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്നുള്ളത് അതെപ്പോഴും നിങ്ങൾ പ്രപഞ്ചശക്തിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അത് മനസ്സിൽ നല്ല രീതിയിൽ ഇമാജിനേഷൻ ചെയ്യുകയും അത് നടന്നതായി നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഓരോ ജീവിതഘട്ടത്തെയും കൈകാര്യം ചെയ്യുകയും അതുമായി പൊരുത്തപ്പെട്ട് അതിനെ ഓരോ പ്രശ്നങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതിശക്തരായിട്ടുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തീർത്തും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രെങ്ത് തന്നിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് ഇത്രയും ഒരു മനോബലവും മനോശക്തിയും തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി തന്നെയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹവും നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. പല രീതിയിലും നിങ്ങൾക്ക് വഴികാട്ടുന്നതായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷം നിറഞ്ഞ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥ നിറഞ്ഞ സ്നേഹം തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചെറിയ രീതിയിൽ കുറച്ചകലത്തിൽ നിന്നിരുന്ന അതേ സമയത്ത് തന്നെ മൂന്നാമതൊരു വ്യക്തി ആ ഒരു സ്ഥാനത്ത് കടന്നു കയറിക്കൂടി എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ വ്യക്തി ഒരിക്കലും അതിലേക്ക് പരിപൂർണമായിട്ടും വഴുതി വീണിട്ടില്ല. ഈ വ്യക്തി ഇപ്പോഴും നോക്കി നിൽക്കുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആരൊക്കെ വന്നാലും ഒരു വേള ഒരുപക്ഷെ നിങ്ങളെ തള്ളിപ്പറയേണ്ടി വന്നേക്കാം ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ പണ്ട് ഓൾറെഡി ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അത് ആ ഒരു മാനസിക സമ്മർദ്ദം കൊണ്ടും മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള സാന്നിധ്യം കൊണ്ടും മാത്രമാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അല്ലാത്ത പക്ഷം ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ജീവന് തുല്യം സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം നിങ്ങളായിട്ട് ഒരുമിച്ചായപ്പോൾ മുതൽ തൊട്ടാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നതും. സ്വന്തമായിട്ട് സമ്പാദിക്കണം, അധ്വാനിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കണം, നല്ലൊരു കരിയർ റെഡിയാക്കി എടുക്കണം എന്നിങ്ങനെയുള്ള ചിന്താഗതികൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. അല്ലാത്ത പക്ഷം ഈ വ്യക്തി വെറും വട്ടപൂജ്യമാണ്. അപ്പോൾ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു നന്ദി, കടപ്പാട് ഈ വ്യക്തിക്ക് നിങ്ങളോട് എപ്പോഴും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വ്യക്തി എന്തൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോയാലും, എത്ര കുഴിയിലേക്ക് അകപ്പെട്ടു പോയാലും അതിൽ നിന്നും പൂർവാധികം ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കുറച്ചധികം തന്ത്രപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യവും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇത് വളരെ ഈസി ആയിട്ടുള്ള, എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണെന്നും നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രശ്നമാണെന്നും. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചധികം ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഒരുപാട് തരുന്ന ഒരു തരത്തിലുള്ള പ്രശ്നമാണ് നിങ്ങൾക്കിടയിൽ വന്നു പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനോ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനോ ഉള്ള ആ ഒരു സമയം, അല്ലെങ്കിൽ അതിനുള്ള മനോഭാവം, സാഹചര്യം ആയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പല കാര്യങ്ങളും ഈ വ്യക്തി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അത് സാധാരണ രീതിയിൽ തേർഡ് പാർട്ടിയെ മാറ്റിവെച്ചാൽ അത് ശരിയാകില്ല. കാരണം അത് വീണ്ടും നിങ്ങൾക്കിടയിൽ തന്നെ വന്നുകൊണ്ടേയിരിക്കും, ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വരുമ്പോൾ ഇനി ഒരിക്കലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തീരുമാനമാണ് ഈ വ്യക്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ജാതകദോഷമോ അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്വന്തം അമ്മയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ആയിരിക്കണം ഇവിടെ അത്രയും അധികം ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത്.
അപ്പോൾ അവരുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അവർ പറയുന്നത് ഈ വ്യക്തി കേൾക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ പരിധിക്ക് വരണം, അവർ പറയുന്നത് പോലെ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതിലേക്ക് വഴങ്ങി കൊടുക്കാനോ അല്ലെങ്കിൽ അവരിലേക്ക് പരിപൂർണമായിട്ടും എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു അടിമയെ പോലെ പോകാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങളുടെ ഒരു ഉത്തമ പുരുഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉത്തമ ഭാര്യയായിട്ട് ജീവിക്കാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കുറച്ചധികം കലഹം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കാം, വീട്ടിലുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള കലഹങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ മാനസിക നില അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു പോസിറ്റീവായിട്ട് ഈ വ്യക്തിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അത്രയേറെ ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതും സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് കടക്കണമെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും എന്നുള്ളതാണ് ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ചെറിയ രീതിയിലുള്ള ഒരു സന്ദേശം കൊണ്ടോ സംസാരത്തിൽ കൊണ്ടോ ഈ ഒരു കാര്യം മുഴുവനും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തീർക്കാനുള്ള പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആശയക്കുഴപ്പത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് ഓരോ ഭാഗങ്ങളായിട്ട് ശരിയാക്കി എടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ അധികം സംഘർഷത്തിനോ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ വാക്ക് തർക്കത്തിനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്ന ഒരാളല്ല. കഴിവതും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി സമീപനം പാലിച്ചിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെടാം, പൊട്ടിത്തെറിക്കാം, തടസ്സം നിൽക്കുന്നവരായിട്ട് തല്ലുപിടിക്കാം, അവരെ പുറത്താക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഈ വ്യക്തി അങ്ങനെയൊന്നും പോകാതെ വളരെ ശാന്തമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പതുക്കെ പതുക്കെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ ക്ഷമയുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാലം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്ത് നോക്കി ഇരുന്ന് നിങ്ങൾക്ക് മടുപ്പ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മതിയായിട്ടുണ്ടാകാം. അത് നിങ്ങളുടെ ഒരു ന്യായമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങളെയും കുറ്റം പറയാൻ യാതൊരു തരത്തിലും നമുക്ക് പറ്റില്ല. പക്ഷേ നിങ്ങളും കുറച്ചും കൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു രഹസ്യം ഈ വ്യക്തി തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് തുറന്നു പറയാൻ പറ്റുന്ന സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും, അത് തീർച്ചയാണ്. പക്ഷേ ഏറ്റവും അവസാനം ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം തന്നെയാണ്. കാരണം അത് തന്നെയാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വ്യക്തിക്ക് ഒരു പ്രധാന ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമല്ല, അതിലുപരി ഇതിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പുറത്താക്കുക എന്നുള്ളതും കൂടെ ഈ വ്യക്തിയുടെ ഉദ്ദേശം തന്നെയാണ്. അപ്പൊ അതൊരു പക്ഷേ ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വ്യക്തി അത്രയും വലിയൊരു രീതിയിലൊന്നും വളരെ വലിയ രീതിയിലൊന്നും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നില്ലായിരിക്കാം. അപ്പൊ അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് ഈ വ്യക്തി പതുക്കെയാണ് കരുക്കൾ നീക്കുന്നത്, സമാധാനപരമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതൊരു നല്ല വ്യക്തിത്വം തന്നെയാണ്. അത് ചില സമയങ്ങളിൽ അത് നമുക്ക് ദേഷ്യം തോന്നിക്കുമെങ്കിൽ പോലും അത് ചില സാഹചര്യങ്ങൾ അത് വളരെ നല്ലതാണ്. അപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.